ങ്ങളെയും അവിടുത്തെ കുടുംബ പരമ്പരയും വിവരിച്ചുകൊണ്ട് അവരുടെ ആണ്ട് അനുസ്മരണം നടത്തിക്കൊണ്ട് ധാരാളം സൽക്രമങ്ങൾ ചെയ്തുകൊണ്ട് ഈ മജ്ലിസിൽ വെച്ച് സാധുക്കളാ ഞങ്ങൾ നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങൾ നീ സ്വീകരിക്കണേ റഹ്മാനെ. നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അവിടുത്തെ അഹ്ലു ബൈത്ത് ഇത്റത്ത് ഔലാദിന്റെ ബറക്കത്ത് കൊണ്ട് ഈ സദസ്സിനെ പൊരുത്തപ്പെടണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ എല്ലാ സയ്യിദന്മാരും ആലിമീങ്ങളും മുത്തഅല്ലിമീങ്ങളും കാരണവന്മാർ, യുവാക്കൾ, സഹോദര സഹോദരിമാർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളെ സ്നേഹിച്ച സഹായിച്ച മുഴുവൻ ആളുകളും അല്ലാഹുവേ, ഞങ്ങൾ കിതാബ് ഓതി പഠിക്കുന്ന കാലത്തും ഇപ്പോഴും ഞങ്ങൾക്ക് ഭക്ഷണം തന്ന് വസ്ത്രം തന്ന് കിതാബ് തന്ന് കാശ് തന്ന് സ്നേഹം തന്ന് പെരുമാറിയ മുഴുവൻ ആളുകളെ നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. കഴിഞ്ഞ കാല ജീവിതത്തിൽ നിനക്ക് പൊരുത്തപ്പെടാത്ത എന്തെല്ലാം ചെറുതോ വലുതോ ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുണ്ടോ, നിന്റെ മഹളായ പൊതുലുകൊണ്ട് മഹാന്മാരെ ബറക്കത്ത് കൊണ്ടത് പൊറുത്തു തരണേ റഹ്മാനെ. ഇനിയുള്ള ജീവിതത്തിൽ നിനക്ക് പൊരുത്തപ്പെടാത്ത വല്ലതും ഞങ്ങളിൽ നിന്ന് സംഭവിക്കുന്നതിനെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഖൽബിനെ ഈമാൻ കൊണ്ട് നാഫിയായ ഇൽമു കൊണ്ട് പ്രകാശിപ്പിക്കണേ റഹ്മാനെ. കിബ്ർ, ഹസദ്, റിയാ, ഗളബ്, ഉജ്ബ്, നിഫാഖ്, കുഫ്ർ, ബിദ്അത്ത് തുടങ്ങിയ സർവ്വ ദുർഗുണങ്ങളിൽ നിന്നും ഞങ്ങളെ ഖൽബിനെ നീ ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ദീനിന്റെ ഖിദ്മത്തിന് ഞങ്ങൾക്ക് ദീർഘ ആഫിയത്തും തൗഫീഖും നൽകണേ റഹ്മാനെ. ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഒരുപാട് കാലം തദ്രീസ് ചെയ്യാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. മരിക്കുന്നത് വരെ ഇൽമു കൊണ്ട് ശുഗ്ലായ ഒരു ജീവിതം നിലനിർത്തി തരണേ അല്ലാഹ്. ഞങ്ങളെ രോഗങ്ങൾ ശിഫയാക്കി തരണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ ഈ സദസ്സിൽ ദുആക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. ഈ സദസ്സിൽ കൂടിയ ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ ചെറുതോ വലുതോ ആയ പലവിധ രോഗങ്ങളുമുണ്ട്. എല്ലാം ശിഫയാക്കി തരണേ അല്ലാഹ്. കീറി മുറിക്കുന്ന രോഗങ്ങൾ, മാരകമായ അറ്റാക്ക്, ക്യാൻസർ, കൊറോണ പോലത്തെ രോഗങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. സിഹത്തും ആഫിയത്തും വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തി തരണേ റഹ്മാനെ. ഒരുപാട് കഷ്ടപ്പെട്ട് പാടുപെട്ട് പോറ്റി വളർത്തി ഉണ്ടാക്കിയ ഞങ്ങളെ മക്കൾ, അവരിൽ നിന്ന് ഞങ്ങളൊരു ഗുണം പ്രതീക്ഷിക്കുന്ന കാലം വരുമ്പോൾ അവർ ഞങ്ങളെയും നിന്റെ ദീനിനെയും ധിക്കരിക്കുന്ന വിധത്തിലായി പോകാതെ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, വിവാഹപ്രായമെത്തുമ്പോൾ ഹറാമായ പുരുഷന്റെ കൂടെയോ അന്യമതസ്ഥന്റെ കൂടെയോ ഇറങ്ങി ഒളിച്ചോടി പോകുന്ന ദുർഗതിയെ തൊട്ട് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അവർക്ക് നീ പൊരുത്തപ്പെട്ട ഞങ്ങളെ മക്കൾക്കും ഇഷ്ടപ്പെട്ട ഖൈറായ ഇണകളെ നൽകി നല്ല ദാമ്പത്യ ജീവിതം പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കടങ്ങൾ വീട്ടി തരണേ റഹ്മാനെ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ ജോലി നൽകണേ റഹ്മാനെ. ഉള്ള ജോലികളിൽ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഈ സദസ്സിൽ ഓരോ ആളുകളും ഓരോ മേഖലകളിൽ ജീവിക്കുന്നവരാണ്. എല്ലാവരുടെ മേഖലകളിലും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. വിവാഹം നടക്കേണ്ടവർക്ക് നടത്തിക്കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സ്വാലിഹീങ്ങളിൽപ്പെട്ട മക്കളെ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, കുടുംബത്തിൽ സ്നേഹവും സന്തോഷവും ഐക്യവും യോജിപ്പും നിലനിർത്തണേ റബ്ബേ. കുടുംബത്തിൽ ഏത് സമയത്തും കലഹങ്ങളും പ്രശ്നങ്ങളുമായി കഴിഞ്ഞു കൂടുന്ന അനവധി ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. അവരുടെ സങ്കടങ്ങൾ പറയാറുണ്ട്. ഭർത്താവിന്റെ ദുസ്വഭാവം കൊണ്ട് വിഷമിക്കുന്ന ഭാര്യയോ, ഭാര്യയുടെ ദുസ്വഭാവം കൊണ്ട് വിഷമിക്കുന്ന ഭർത്താവോ, മാതാപിതാക്കളെ കൊണ്ട് കഷ്ടപ്പെടുന്ന മക്കളോ, മക്കളെ കൊണ്ട് കഷ്ടപ്പെടുന്ന, അങ്ങനെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചൊരു സന്തോഷമായ ജീവിതവും മനസ്സമാധാനവും നൽകണേ അല്ലാഹ്. റബ്ബേ, ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ റഹ്മാനെ. അപകട മരണത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളെ മയ്യത്ത് വെട്ടിപ്പൊളിക്കാൻ കീറിപ്പൊളിക്കാൻ കൊടുക്കല്ല റബ്ബേ. നല്ല മരണമാക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ മക്കൾക്കും ഞങ്ങളെ സമൂഹത്തിനും വിവാഹപ്രായ പരിധി ഉയർത്തുന്ന പലജാതി വിഷമകരമായ നിയമങ്ങളും ഈ രാജ്യത്ത് വരാൻ പോകുന്നു എന്ന് കേട്ട് ഭീതിയിലും വിഷമത്തിലുമാണ്. അല്ലാഹുവേ, അത്തരം നിയമങ്ങളെ നീ ദുർബലമാക്കി കളയണേ അല്ലാഹ്. സർവ്വജനങ്ങൾക്കും സ്നേഹവും സന്തോഷവും ഐക്യവുമുള്ള ഒരു നല്ല സൗഹാർദ്ദപരമായ ജീവിതം ഞങ്ങളുടെ നാട്ടിൽ ഭാരതത്തിൽ നിലനിർത്തി തരണേ റഹ്മാനെ. ഞങ്ങളെപ്പോൾ മരിക്കൽ ഖൈറാണോ ആ സമയത്ത് കാമിലായ ഈമാനും നസൂഹായ തൗബയും തന്ന ആഖിബത്ത് നന്നാക്കി മരിപ്പിച്ചു തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, പ്രത്യേകിച്ച് ഞങ്ങളിവിടെ അനുസ്മരിക്കുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ബാലവി തങ്ങൾ, ലിയാഉൽ മുസ്തഫ തങ്ങൾ തുടങ്ങി ആരെല്ലാം
ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബത്തിനൊക്കെ മരിച്ചുപോയവരുണ്ടോ അവരുടെയും ഞങ്ങളുടെയും ഖബർ നിന്റെ റഹ്മത്ത് കൊണ്ട് നിറക്കപ്പെട്ട സ്വർഗത്തിന്റെ ഉദ്യാനങ്ങളാക്കണേ റഹ്മാനെ. ആമീൻ. നിന്റെ അദാബ് കൊണ്ട് നിറക്കപ്പെട്ട നരകത്തിന്റെ ശബ്ദം പോലും കേൾപ്പിക്കാത്തൊരവസ്ഥയെ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. നാളെ സ്വർഗലോകത്ത് അവരെയും ഞങ്ങളെയും കുടുംബസമേതം നിന്റെ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ ഒരുമിച്ച് കൂട്ടി നിന്റെ മുറാഫഖത്ത് നിന്റെ ഹബീബിന്റെ മുറാഫഖത്തും നിന്റെ ലിഖാഉം തന്ന് സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ഈ സദസ്സിൽ ഒരുപാട് ഉസ്താദുമാരുണ്ട്, ഉഖ്റവിയായ ആലിമീങ്ങളിൽ പെടുത്തണേ റബ്ബേ. ഒരുപാട് മുതഅല്ലിമീങ്ങളുണ്ട്, നല്ല ബുദ്ധിയും അറിവും വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഓരോ കിതാബും അതിന്റെ ഹക്ക് പോലെ ഓതി പഠിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഉഖ്റവിയായ മുതഅല്ലിമീങ്ങളിൽ ഇവരെയൊക്കെയും ഞങ്ങളെ മക്കളെയും ശിഷ്യന്മാരെയും പെടുത്തി തരണേ റബ്ബേ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി. എല്ലാവരും ഒന്ന് മുന്നോട്ട് വന്ന് സയ്യിദ് അവറുകളുടെ കൈപിടിച്ച് മുസാഫത്ത് ചെയ്ത് കൈകളിലുള്ളത് സയ്യിദ് അവറുകളുടെ കയ്യിൽ കൊടുക്കണം. എല്ലാവരും നേരത്തെ തേന് കിട്ടിയവരും കിട്ടാത്തവർക്കൊക്കെ വരാം. ഇതൊരു നല്ലൊരു അവസരമാണ്. ഒരുപാട് കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മുടെ നാട്ടിലെത്തിയിട്ട് അവിടുത്തെ കൈപിടിക്കാൻ കഴിയാത്ത ഒരു ഭാഗ്യദോഷികളായി നമ്മൾ മാറിപ്പോകരുത്. എല്ലാവരും ഒന്ന് മുന്നോട്ട് വരിക. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله لا إله إلا الله. സഹോദരിമാരുടെ ഇടയിലേക്ക് ബക്കറ്റ് കൊടുത്തയച്ചിട്ടുണ്ട്. എല്ലാവരും നല്ലപോലെ സഹായിക്കണമെന്ന്